ഫെബ്രുവരി 16, 2024 വെസ്റ്റ് ബംഗാൾ. അവിടെയുള്ള ഒരു സ്ഥലത്തെ ആശുപത്രിയിലേക്ക് ഒരു എമർജൻസി കോൾ വരികയാണ്. ആ കോളിൽ ഒരു സ്ത്രീ പറയുന്നത്, എന്റെ മകനെ ആരോ മർദ്ദിച്ച് അവനെ ബോധമില്ലാതെ കിടക്കുകയാണ്, അർജന്റായിട്ട് ഒരു ആംബുലൻസ് പറഞ്ഞു വിട് എന്ന് വളരെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് ആ സ്ത്രീ പറയുകയാണ്. അങ്ങനെ ആ പെണ്ണ് പറഞ്ഞ സ്ഥലത്തേക്ക് ആംബുലൻസ് എമർജൻസി ആയിട്ട് വരികയാണ്. എന്നിട്ട് ആംബുലൻസിൽ നിന്ന് ഇറങ്ങി 2 പേര് ആ വീട്ടിനുള്ളിലേക്ക് പോവുകയാണ്. വീട്ടിനുള്ളിലുള്ള കാഴ്ച കണ്ട് 2 പേരും അവിടെ ഷോക്കായി വിറച്ചു നിൽക്കുകയാണ്. അങ്ങനെ അവരവിടെ കണ്ട കാഴ്ച ഒരു 10 വയസ്സുള്ള ഒരു കുട്ടിയെ ആരോ അതിക്രൂരമായിട്ട് മർദ്ദിച്ച രീതിയിൽ ശരീരത്തിൽ മൊത്തം ആഴത്തിലുള്ള മുറിവുകളും കൊണ്ട് ഒരു കുട്ടി കിടക്കുന്നതാണ് അവർ കാണുന്നത്. ആ കുട്ടിയെ കണ്ട് അവർക്കറിയാം ആ കുട്ടി ഓൾറെഡി മരിച്ചിരിക്കുകയാണ് എന്ന്. പക്ഷേ അത് അവർ തന്നെ ഡിക്ലെയർ ചെയ്യാൻ സാധിക്കാത്തതിനാൽ ആ കുട്ടിയെയും എടുത്തുകൊണ്ട് അവർ ആശുപത്രിയിൽ പോവുകയാണ്. പോകുന്നതിന് മുമ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ആശുപത്രിയിൽ പോയിട്ട് ആ കുട്ടിയെ ചെക്ക് ചെയ്ത ഡോക്ടർമാർ പറയുകയാണ് ഈ കുട്ടി ഓൾറെഡി മരിച്ചിരിക്കുകയാണ് എന്ന് പറയുകയാണ്. ഇത് കേട്ട പാരന്റ്സും അവിടെ തന്നെ നെഞ്ചു പൊട്ടിക്കരയുകയാണ്. ഇൻഫർമേഷൻ കിട്ടിയ പോലീസ് ആ ഹോസ്പിറ്റലിൽ വന്നിട്ട് ആ കുട്ടിയുടെ ബോഡി കാണുകയാണ്. എന്നിട്ട് ആ കുട്ടിയെ കണ്ട ഉടനെ എത്രയോ കേസുകൾ കണ്ടിട്ടുള്ള പോലീസിന് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് ബ്രൂട്ടൽ മർഡർ ആണെന്ന് പോലീസ് മനസ്സിലാക്കുകയാണ്. എന്നിട്ട് പോലീസ് അവിടെയുള്ള ഡോക്ടറുടെ അടുത്ത് പറയുകയാണ് ഉടനടി ഓട്ടോപ്സി റിപ്പോർട്ട് തയ്യാറാക്കി കൊണ്ടുവരാൻ പറയുകയാണ്. പിന്നെ ഫോറൻസിക് ടീമിനെ കോണ്ടാക്ട് ചെയ്ത് ആ മർഡർ നടന്ന വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ട് ഇവരവിടെ പോവുകയാണ്. ക്രൈം നടന്ന വീട്ടിലേക്ക് പോലീസ് എത്തിയിട്ട് അവിടെ നോക്കുന്ന സമയത്ത് പോലീസിന് ആകെ കുഴപ്പങ്ങൾ വരികയാണ്. കാരണം ക്രൈം നടന്നതിന്റെ ഒരു ക്ലൂ പോലും ആ വീട്ടിൽ അവർക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വേറെ എവിടെയെങ്കിലും ഈ കുട്ടിയെ കൊന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതായിരിക്കാം എന്ന് പോലീസുകാർ ചിന്തിക്കുകയാണ്. മാത്രമല്ല ഈ കുട്ടിയുടെ പാരന്റ്സിനോടുള്ള ദേഷ്യത്തിൽ വേറെ ആരെങ്കിലും ചെയ്തതാണോ, ഇങ്ങനെയൊക്കെ കുറെ ആംഗിൾ വഴി പോലീസുകാർ ആലോചിക്കുകയാണ്. ഒരു 10 വയസ്സ് കുട്ടിയെ അതിക്രൂവലായിട്ട് കൊല ചെയ്തതിന്റെ കാരണം എന്താണ്, ആരാണ് കൊല ചെയ്തത്, ഇതിന് പിന്നിലുള്ള രഹസ്യം എന്താണ്, പോലീസ് ഈ കേസ് തെളിയിച്ചത് എങ്ങനെയാണ്? ഫെബ്രുവരി 16, 2024 മൊത്തം വെസ്റ്റ് ബംഗാളിലെ വിറപ്പിച്ച ഒരു 10 വയസ്സ് കുട്ടിയുടെ അതിക്രൂരമായിട്ടുള്ള ഒരു മർഡർ കേസാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദി ട്രൂ ഫൈൽസ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇപ്പോ പോലീസ് ആ കൊല നടന്ന വീട്ടിൽ വന്ന് നോക്കുന്ന സമയത്ത് അവിടെ കൊല നടന്നതിന്റെ യാതൊരു തെളിവുകളും പോലീസുകാർക്ക് ലഭിക്കുന്നില്ല. കൊല്ലാൻ ഉപയോഗിച്ച ആയുധങ്ങളോ ബ്ലഡുകളോ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചതായിട്ടുള്ള ഒന്നും തന്നെ അവർക്ക് അവിടെ കാണാൻ സാധിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് ആ പേരന്റ്സിന്റെ അടുത്ത് പോലീസുകാർ ചോദിക്കുന്ന സമയത്ത് 2 പേരും വീട്ടിലുണ്ടായിരുന്നില്ല എന്നാണ് അവർ മറുപടി പറയുന്നത്. മാത്രമല്ല മകൻ മരിച്ചതിന്റെ വിഷമത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവരെ വീണ്ടും ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് പോലീസ് വിചാരിക്കുകയാണ്. എന്നിട്ട് അവിടെയുള്ള CCTV പോലീസുകാർ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും അവർക്ക് യാതൊരു തെളിവുകളും കിട്ടുന്നില്ല. അങ്ങനെ ആകെ തലവേദന പിടിച്ച ഒരു മട്ടിലായിരുന്നു പോലീസുകാർ ഉണ്ടായിരുന്നത്. പിന്നീട് പോലീസുകാർ തീരുമാനിക്കുകയാണ് ഈ കൊല ചെയ്തിരിക്കുന്നത് ഈ കുട്ടിയുടെ സ്വന്തത്തിലുള്ള ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ഈ കുട്ടിയെ അടുത്തറിയുന്ന ആരെങ്കിലും ആയിരിക്കാം, അതുമല്ലെങ്കിൽ ഈ കുട്ടിയുടെ പേരന്റ്സ് തന്നെയായിരിക്കാം ഈ കൊല ചെയ്തതെന്ന് പോലീസുകാർ മനസ്സിലാക്കുകയാണ്. എന്നിട്ട് ഈ കേസിന്റെ അടുത്ത ഘട്ട നടപടി എന്ന രീതിയിൽ ആ കുട്ടിയുടെ പേരന്റ്സ് ആയിട്ടുള്ള 2 പേരെ അടുത്തും കുറച്ച് ഡീപ്പായിട്ട് തന്നെ ചോദ്യം ചെയ്ത് അന്വേഷിക്കുകയാണ്. അങ്ങനെ പോലീസ് ആ കുട്ടിയുടെ അച്ഛനെയും അമ്മയെയും ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അവര് പറയുന്നത് സംഭവം നടക്കുന്ന സമയത്ത് ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല വല്ലാണ്ട് വിഷമിച്ചിരിക്കുന്ന ഞങ്ങളെ ഇനിയും ഇങ്ങനെ ചോദ്യം ചെയ്ത് വേദനിപ്പിക്കരുത് എന്ന് അവർ പറയുകയാണ്. ആ കുട്ടിയുടെ പേരന്റ്സ് ഇങ്ങനെ പറഞ്ഞുവെങ്കിലും പോലീസുകാർക്ക് ഇത് വിടാൻ ഉദ്ദേശമില്ല. പോലീസുകാരും ക്രൈം നടന്ന സമയം ആ സമയത്തുള്ള ഇവരുടെ 2 പേരുടെയും മൊബൈൽ സിഗ്നൽ എവിടെയാണ് എന്ന് ചെക്ക് ചെയ്യുകയാണ്. അങ്ങനെ ചെക്ക് ചെയ്യുന്ന അവർക്ക് കാണാൻ സാധിച്ചത് വളരെ ഷോക്കായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണെന്നാൽ പോലീസുകാരോട് ഇവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പുറത്തു പോയതിനു ശേഷമാണ് ഈ ക്രൈം നടന്നിരിക്കുന്നത് എന്നാണ് പോലീസുകാരോട് ഇവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പോലീസുകാരെ ഇവരുടെ മൊബൈൽ സിഗ്നൽ എടുത്തപ്പോൾ ആ ക്രൈം നടക്കുന്ന സമയത്ത് കുട്ടിയുടെ അച്ഛന്റെ മൊബൈൽ
സിഗ്നൽ ആ വീട്ടിൽ നിന്ന് കുറേയധികം ദൂരെയും ആ കുട്ടിയുടെ അമ്മയുടെ മൊബൈൽ സിഗ്നൽ ആ വീട്ടിന്റെ ഉള്ളിൽ നിന്നുമാണ് പോലീസുകാർ കണ്ടുപിടിക്കുകയാണ്. മാത്രമല്ല ആ സിഗ്നലിന്റെ കൂടെ വേറൊരു സിഗ്നലും ഉണ്ട് എന്ന് പോലീസുകാർ കണ്ടുപിടിക്കുകയാണ്. അപ്പോ ഇതുവരേക്കും ശാന്തമായിട്ട് ചോദ്യം ചെയ്ത പോലീസുകാർ ഇപ്പൊ ആ കുട്ടിയുടെ അമ്മയുടെ അടുത്ത് കുറച്ചും കൂടി ഹാർഷായിട്ട് ചോദ്യം ചെയ്യാൻ ആരംഭിക്കുകയാണ്. അങ്ങനെ പോലീസ് ചോദിക്കുന്ന ഓരോരോ ചോദ്യങ്ങൾക്കും ഭയന്നു വിറച്ചും കരഞ്ഞുകൊണ്ടും ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങൾ അവിടെയുള്ള മൊത്തം പോലീസുകാരെയും ഷോക്കാക്കും വിധത്തിലായിരുന്നു. ഇത്രയും കാലം ആണുങ്ങൾ ക്രൂരന്മാരാണ് എന്ന് പറഞ്ഞു നടന്നവർ ഈ സംഭവത്തിന് ശേഷം ഒരു കുഞ്ഞിന്റെ അമ്മയ്ക്ക് ഇതിന് സാധിക്കുമോ, ഇവൾ മനുഷ്യയാണോ അതോ പിശാച്ചാണോ എന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഒരു നിമിഷം എല്ലാവരുടെയും ഹൃദയം സ്തംഭിച്ചു പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ആ സ്ത്രീ പോലീസുകാരോട് പറഞ്ഞത്. ആ സ്ത്രീ എന്താണ് പറഞ്ഞതെന്നാൽ, വെസ്റ്റ് ബംഗാളിലുള്ള തുക്ലി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ശാന്ത ശർമ്മ എന്ന് പറയുന്ന സ്ത്രീയും അവിടെ തന്നെയുള്ള പങ്കജ് എന്ന് പറയുന്ന വ്യക്തിയും 2012 വിവാഹം കഴിക്കുകയാണ്. സ്റ്റാർട്ടിങ്ങിൽ സന്തോഷത്തിലായിരുന്നു ഇവരുടെ കുടുംബജീവിതം പോയിക്കൊണ്ടിരുന്നത്. അതിന്റെ ഫലമായിട്ട് അവർക്ക് ജനിച്ചതാണ് ശ്രേയാൻഷു ശർമ്മ എന്ന കുട്ടി. സ്റ്റാർട്ടിങ്ങിൽ സന്തോഷത്തോടെയാണ് ഇവരുടെ കുടുംബജീവിതം പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് തന്റെ ഭാര്യയായ ശാന്ത ശർമ്മയെ പങ്കജ് സംശയിക്കുകയാണ്. അതിനുള്ള കാരണം ശാന്ത രാത്രിയിൽ കുറെ നേരം ആരോട് ഫോണിൽ സംസാരിക്കുന്നതാണ്. അത് സ്ഥിരമായിട്ടും തുടർന്നതുകൊണ്ട് തന്നെയാണ് പങ്കജിന് ശാന്ത ശർമ്മയെ സംശയിക്കുന്നത്. അപ്പോ ഇതിനെക്കുറിച്ച് തന്റെ ഭാര്യയോട് പങ്കജ് ചോദിക്കുകയാണ്. അപ്പോ ഭാര്യയായിട്ടുള്ള ശാന്ത പറയുന്നത്, അത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഇസ്രാത്ത് പർവിന്റെ കൂടെയാണ് സംസാരിക്കുന്നതെന്ന് എന്നാണ് ശാന്ത ശർമ്മ തന്റെ ഭർത്താവിനോട് പറയുകയാണ്. മാത്രമല്ല പർവിനും ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ വീട്ടിൽ വരുന്നത് കൊണ്ട് തന്നെ പങ്കജ് പതിയെ തന്റെ ഭാര്യ പറഞ്ഞത് വിശ്വസിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ തന്റെ ഭാര്യയുടെ മൊബൈൽ ഫോൺ എടുത്തു നോക്കുന്ന പങ്കജ് തന്റെ ഭാര്യ അധികം സംസാരിക്കുന്നതും പർവീൻ എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ കൂടെ തന്നെയാണ് എന്ന് മനസ്സിലാക്കുകയാണ്. ഇതറിഞ്ഞതും പങ്കജിന് കുറച്ച് ആശ്വാസം വരികയാണ്. എന്നാലും തന്റെ ഭാര്യ വേറെ ആരോടോ ഇല്ലീഗൽ റിലേഷൻഷിപ്പിൽ ഉണ്ടെന്ന് പങ്കജ് സംശയിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ അയാൾ സംശയിച്ചതുപോലെ തന്നെ ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പ് തന്റെ ഭാര്യയ്ക്ക് ഉണ്ടെന്ന് അയാൾ കണ്ടുപിടിച്ചു. പക്ഷെ തന്റെ ഭാര്യ ആരോടാണ് ഇല്ലീഗൽ റിലേഷൻഷിപ്പിൽ ഉള്ളത് എന്ന് കണ്ടുപിടിച്ച അയാൾ വളരെ ഷോക്കായിട്ട് ഒരു നിമിഷം നിന്നു പോവുകയാണ്. എന്താണെന്നാൽ തന്റെ ഭാര്യ തന്നോട് പറഞ്ഞിരിക്കുന്നത് പർവീനും താനും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് എന്നാണ്. പക്ഷെ അതും കടന്ന് അവർ രണ്ടുപേരും ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പിലായിരുന്നു. യെസ്, അവർ രണ്ടുപേരും ലെസ്ബിയൻസ് ആയിരുന്നു. കല്യാണത്തിന് മുന്നേ ഇവർ രണ്ടുപേരും റിലേഷൻഷിപ്പിലായിരുന്നു. അത് കല്യാണം കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും തുടരുകയും ചെയ്തു. ഇതിൽ ചില പേർക്ക് ചില ചോദ്യങ്ങൾ ഉണ്ടാകും. ലെസ്ബിയൻ റിലേഷൻഷിപ്പ് കുറെ കൺട്രികൾ അംഗീകരിക്കുന്നുണ്ടല്ലോ, ഇതിനെ പോയിട്ട് എന്തിനാണ് ഇല്ലീഗൽ റിലേഷൻഷിപ്പ് എന്ന് നിങ്ങൾ പറയുന്നതെന്ന് കുറെ പേർക്ക് ചോദ്യങ്ങൾ ഉണ്ടാകും. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ലെസ്ബിയൻ റിലേഷൻഷിപ്പ് തെറ്റാണ് എന്നല്ല. പക്ഷെ ഒരാളെ കല്യാണം കഴിച്ചിട്ട് അദ്ദേഹത്തെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഇല്ലീഗൽ റിലേഷൻഷിപ്പ് എന്ന് വിളിക്കുന്നത്. ഈ പറയപ്പെടുന്ന പർവീൻ എന്ന സ്ത്രീക്കും 2019 കല്യാണം കഴിഞ്ഞതാണ്. പക്ഷെ ശാന്തിയുടെ കൂടെ വന്നാലാണ് ശാന്തി കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ടാണ് ഇവർ രണ്ടുപേരും റിലേഷൻഷിപ്പ് തുടർന്നതും. ഇവരുടെ കാര്യം മുന്നേ അറിഞ്ഞ തന്റെ ഭർത്താവ് ആയിട്ടുള്ള പങ്കജ് ഈ കാര്യം പുറത്തറിഞ്ഞാൽ തനിക്കും തന്റെ മകനിക്കും നാണക്കേടായിരിക്കും. അതുമാത്രമല്ല തന്റെ മകന്റെ ഭാവി ഇതുകൊണ്ട് നശിച്ചു പോകും എന്ന് വിചാരിച്ചിട്ട് ഇവരുടെ ഇല്ലീഗൽ റിലേഷൻഷിപ്പ് കണ്ടും കാണാത്തതുപോലെ പങ്കജ് വിടുകയാണ്. പക്ഷെ ആർക്കു വേണ്ടിയാണ് അദ്ദേഹം ഇത്ര താഴ്ന്നു നിന്നതും ഇതിന് ശകാരിക്കാതെ നടന്നതും? ആർക്കു വേണ്ടിയാണ് ഇതെല്ലാം സഹിച്ച് ആ വീട്ടിൽ അദ്ദേഹം നിന്നതും? ഇതെല്ലാം അവസാനം തന്റെ മകന് കാലനായി വരുമെന്നും അദ്ദേഹം ചിന്തിച്ചിരുന്നില്ല. യെസ്, ഒരു ദിവസം എപ്പോഴത്തെയും പോലെ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്ന ശ്രേയാൻഷു വീടിന്റെ ഡോർ തുറന്ന് അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ അവൻ കാണാൻ പാടില്ലാത്ത ഒരു സംഭവം കാണുകയാണ്. വെറും 10 വയസ്സുള്ള 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി. അവിടെ അവർ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാനുള്ള ഒരു ബുദ്ധി ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ ചെയ്യുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ വളരെ സൈലന്റ് ആയിട്ട് ആ കണ്ട സംഭവം മനസ്സിൽ വന്നുപോയി കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടി വളരെ സ്ട്രെസ് ആയിട്ട് ഇരിക്കുകയാണ്. അവൻ സൈലന്റ് ആയിട്ട് ഇരുന്നാലും തെറ്റ് ചെയ്തവർക്ക് കുറ്റബോധം വരുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് തന്നെ കാണാൻ പാടില്ലാത്ത രൂപത്തിൽ തന്റെ മകൻ കണ്ടുവല്ലോ എന്ന് വിചാരിച്ച് അവനോട് പോയി ചോദിക്കുകയാണ്, നീ എന്താണ് കണ്ടത് എന്നൊക്കെ കുറച്ച് ചോദ്യങ്ങൾ ആ പയ്യനോട് ശാന്ത ചോദിക്കുകയാണ്. പക്ഷെ ഇതിനെല്ലാം അവൻ സൈലന്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്.
തന്റെ ഭർത്താവ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും ഒന്ന് പതറുക പോലും ചെയ്യാത്ത ശാന്ത തന്റെ മകൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ ഒന്ന് പതറുകയാണ്. ഇവൻ പുറത്തു പോയിട്ട് ആരോടെങ്കിലും ഈ കാര്യം പറയുമോ? അങ്ങനെ പറഞ്ഞാൽ പുറത്തുള്ളവര് നാണം കെടുത്തുമോ? അങ്ങനെ ഉണ്ടായ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് തുടരാൻ സാധിക്കില്ല എന്നൊക്കെ പല ചിന്തകളും ശാന്തയ്ക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യുക എന്ന് തന്റെ ഇല്ലീഗൽ പാർട്ട്ണറായിട്ടുള്ള പർവീന്റെ അടുത്ത് പോയിട്ട് ശാന്ത ചോദിക്കുകയാണ്. അങ്ങനെ കുറെ നേരം സംസാരിച്ചതിന് ശേഷം രണ്ടുപേരും അവസാനം ആ 10 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ കൊല്ലാൻ തീരുമാനിക്കുകയാണ്. യെസ്, കാമം അമ്മയെന്ന ആ ദൈവത്തെ പിശാചാക്കി മാറ്റുന്നു. തന്റെ മകന്റെ മരണസമയം താൻ തന്നെ വിധി എഴുതുന്നു. അങ്ങനെ ഫെബ്രുവരി 16, 2024 എന്നത്തെയും പോലെ തന്നെ ഭർത്താവ് പങ്കജ് രാവിലെ പണിക്ക് പോവുകയാണ്. അപ്പോ ശാന്ത മകനോട് പറയുകയാണ്, നീ ഇന്ന് സ്കൂളിൽ പോകണ്ട, പുറത്തു പോയി കളിച്ചോ എന്ന് പറയുകയാണ്. ലീവ് കിട്ടിയ സന്തോഷത്തിൽ മകനായിട്ടുള്ള ശ്രേയാൻഷു പുറത്തു പോയിട്ട് സന്തോഷത്തോടെ കളിക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം ശാന്ത പർവീനെ ഫോണിൽ വിളിക്കുകയാണ്. എന്നിട്ട് വീട്ടിലേക്ക് വരാൻ പറയുകയാണ്. കുറച്ചു സമയത്തിനകം പർവീനും ആ വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ പുറത്ത് കളിച്ചിരുന്ന ശ്രേയാൻഷുവിനെ വീട്ടിനുള്ളിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ഒരു ഇരുമ്പിന്റെ കമ്പി കൊണ്ടും ക്രിക്കറ്റ് ബാറ്റ് കൊണ്ടും ആ 10 വയസ്സുള്ള കുഞ്ഞിനെ രണ്ടുപേരും ചേർന്ന് തലക്കടിക്കുകയാണ്. വേദനയെടുത്ത് കരയുന്ന അവന്റെ വയറിൽ പലതവണ കത്തിക്കൊണ്ട് കുത്തുകയാണ്. ആ കുട്ടി മരിച്ചതിന് ശേഷം ആ കുട്ടിയുടെ 2 കൈകളും വെട്ടിയെടുക്കുകയാണ്. എന്നിട്ട് പോലീസിനെ ദിശ മാറ്റിവിടാൻ വേണ്ടിയാണ് കൈകൾ വെട്ടിയെടുത്തതെന്നും മാത്രമല്ല ഇത്രയുമാണ് നടന്നതെന്ന് ശാന്ത പോലീസിന്റെ അടുത്ത് പറയുകയാണ്. ഫെബ്രുവരി 20 രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കുട്ടിയെ കൊല്ലാൻ ഉപയോഗിച്ച ആയുധങ്ങളും കസ്റ്റഡിയിൽ എടുക്കുകയാണ്. ഈ ലോകത്തെ ഒരു സ്ത്രീ എത്രയോ വേദനകൾ സഹിച്ചുകൊണ്ടാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത്. തന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ആ കുഞ്ഞിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. എന്തിനു പറയണം, ഒരു കൊതുക് കടിച്ചാലോ ഒരു പനി വന്നാലോ ഒരു ചുമച്ചാലോ വേദനിക്കുന്നത് ആ പെറ്റ അമ്മയായിരിക്കും. പക്ഷെ തന്റെ കാമത്തിനു വേണ്ടി സ്വന്തം മകനെ കൈവേരെ വെട്ടിയെടുത്ത ഇതേപോലെ പിശാച്ചുകളും ഈ മണ്ണിൽ തന്നെയാണ് ഉള്ളത്. എന്തായാലും ഇവർക്ക് കൂടിയ ശിക്ഷ തന്നെ കിട്ടുക തന്നെ ചെയ്യും. പക്ഷെ ഒരിക്കലും ഇവരെ ഒരു സെല്ലിൽ ഇടാൻ പാടില്ല. അങ്ങനെ ഇട്ടാൽ അവർ എന്തിനു വേണ്ടിയാണ് ആ കുഞ്ഞിനെ കൊന്നത് അത് അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അവർ ആ സെല്ലിന്റെ ഉള്ളിൽ ഒരു കുടുംബം തന്നെ നടത്തും. ഡിയർ ഇൻവെസ്റ്റിഗേറ്റേഴ്സ്, നിങ്ങൾ പറ, എങ്ങനത്തെ ശിക്ഷയായിരിക്കണം ഈ സ്ത്രീകൾക്ക് ലഭിക്കേണ്ടത്? ഈ ക്രൈമിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോ ഈ ഇൻവെസ്റ്റിഗേഷൻ എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോൾവ്ഡ് മിസ്റ്ററി സ്റ്റോറീസ് കേസസ് കേൾക്കുവാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോ അടുത്ത ഇൻവെസ്റ്റിഗേഷൻ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.